ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്ട് ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ട് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ട് ദോശ ഉണ്ടാക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്സ് ദോശയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓട്സ് ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ ഓട്സ് ഞാൻ ഇട്ടു. ഈ ഓട്സ് നമ്മുടെ സാധാരണ ഓട്സ് തന്നെയാണ് കേട്ടോ. ഒരു 3.25 സ്പൂൺ ഓട്സ് ഉണ്ട്. ഇത് ഞാൻ ഈ പാത്രത്തിലിട്ട് ഒരു നികക്ക വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം നമുക്ക്. പിന്നെ നമ്മളങ്ങനെ ഓട്സ് ഇട്ടു. ഞാൻ ഈ ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സായിരുന്നു. ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ഓട്സ് ഒന്ന് വറുത്ത് വെച്ച ഓട്സ് ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ ഓട്സ് ഒന്ന് വറുത്ത് വെച്ചേക്കുന്ന ഓട്സ് ആണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. നമുക്കൊരു ഈ ഓട്സിൻ്റെ ഒത്തിരി പശയൊന്നും വരികയില്ല. അതുകൊണ്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതാ വറുത്തപ്പോൾ അതിനകത്തുള്ള അതിനടിയിൽ നിന്ന് 2 പൊടി കഷ്ണമായി കിടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓട്സ് മേടിക്കുമ്പോൾ പുട്ടുണ്ടാക്കാനും അല്ലെങ്കിൽ ദോശയ്ക്കോ ഒക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി ഓട്സ് അങ്ങ് വറുത്ത് വെച്ചേക്കും. എപ്പോഴും നമുക്ക് വറക്കണ്ടല്ലോ എന്നോർത്തുണ്ട്. അപ്പോൾ ആ വറുത്ത ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഈ 3.25 സ്പൂണ്. എന്നിട്ട് ഇതിന് ഈ നേരത്തെ വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് നമുക്കൊന്ന് കുതിർത്ത് വെക്കാവേ. അപ്പോൾ ഇതെങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഓട്സ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഓട്സ് അങ്ങോട്ട് ഇട്ട് ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്സ് തന്നെയല്ല ദോശ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്തേക്കൊരു 5 സ്പൂണ് നമ്മുടെ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു 3.5 സ്പൂൺ ഓട്സ് എടുത്തു, ഒരു 5 സ്പൂൺ ആട്ടപ്പൊടി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 സ്പൂൺ ആട്ടപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു, 2 കുഞ്ഞ് നമ്മുടെ പച്ചമുളക് അതിട്ട് കൊടുത്തു. പിന്നെ നമ്മളിച്ചിരി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ വെള്ളം ഒഴിച്ച് നമുക്ക് എന്തേരം ദോശ ഒത്തിരി കട്ടിയായിട്ടിരിക്കരുത്. നമുക്ക് എന്തേരം ഉപ്പ് ഗോതമ്പല്ലേ നാട്ടേ അതെ നമ്മുടെ ഓട്സിന് ഒത്തിരി ഉപ്പ് വേണ്ടതുകൊണ്ട് നോക്കിയിട്ടിട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ നേരത്തെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പോലെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ബാറ്റർ പോലെ നല്ല ലൂസായിട്ട് നമ്മൾ എടുക്കണം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനോ പുളിപ്പിക്കാനോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അന്നേരം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് അന്നേരം തന്നെ നമുക്ക് ചുട്ടെടുക്കാവേ. അപ്പോൾ നമുക്കിത് നേരത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ ഇത് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓട്സ് ദോശയ്ക്കുള്ള ബാറ്റർ നമ്മൾ അരച്ചെടുത്തു. അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ പരുവത്തിന് വേണം നമ്മുടെ ദോശയുടെ മാവ് നിൽക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ദോശമാവ് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഇതിനിപ്പോൾ ഒന്നും ചെയ്യാതെ നമുക്കിനിയിപ്പോൾ നേരെ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാവേ. അങ്ങനെ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ദോശമാവ് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഇതിനിപ്പോൾ ഒന്നും ചെയ്യാതെ നമുക്കിനിയിപ്പോൾ നേരെ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഓട്സ് ദോശയ്ക്കുള്ള എല്ലാം അരച്ചെടുത്ത് വെച്ചു. നമ്മുടെ പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു നല്ലപോലെ പാൻ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ദോശ മാവ് നമുക്ക് കോരി ഒഴിച്ച് നമുക്കൊന്ന് ദോശ ഉണ്ടാക്കാവേ. ഇപ്പോൾ പരത്തിയെടുക്കണമെങ്കിൽ പരത്തിയെടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്നേ. ചെറു തീയിൽ അവിടെ നമ്മൾ സാധാരണ മറ്റേ ദോശ വേകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശയൊക്കെ റെഡിയാകുന്ന അത്രയും പെട്ടെന്ന് ഇത് റെഡിയാകുകയില്ല കേട്ടോ. ഇച്ചിരി താമസം വരും. പിന്നെ ഈ ഓട്സ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണെങ്കിലുള്ള അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പച്ച പോലെ ഇരിക്കുകയല്ല, അത് തന്നെയല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് പശയായിട്ട് ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിത് ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇച്ചിരി നെയ്യോ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ള, എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. എനിക്ക്
നെയ്യുടെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. ഇനി അതവിടെ നല്ലപോലെ ഒന്ന് ഈ പെട്ടെന്ന് അങ്ങ് തിരിച്ചിടാൻ പോകരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ പാത്രം എത്ര നല്ല നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ ദോശക്കല്ലോ ഒക്കെ ആണെങ്കിലും അതിങ്ങനെ അടിയിൽ ഇതാകും. നമ്മുടെ മറ്റേ ദോശ പോലെ അത്ര ഇതായിട്ട് വരികയില്ല. അതുകൊണ്ട് ഇച്ചിരി ക്ഷമയോടുകൂടി നോക്കി നിന്നിട്ട് ഇതുണ്ടോ ക്ഷമയോടുകൂടി നോക്കി ഇച്ചിരി അടിവശം ഒന്ന് നല്ല മൊരിഞ്ഞ് വന്നിട്ട് നമ്മളത് തിരിച്ചിടാവുള്ളേ. ഇത് അങ്ങനെ നമ്മുടെ ഓട്സ് ദോശയുടെ ഒരു സൈഡൊക്കെ ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സൂക്ഷിച്ച് വേണം തിരിച്ച് മറിച്ചിടാനായിട്ട്. നമ്മൾ മറ്റേ ഉള്ള ദോശ ഗോതമ്പ് ദോശ അങ്ങനെയുള്ളത് ഇടുന്ന പോലെ തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇത് പൊട്ടിപ്പോണി. ചില ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ എടുത്തിട്ട് വേണം നമുക്കിത് ഒന്ന് തിരിച്ചിടാനായിട്ട്. ഇതുണ്ട് പുറം നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ കനം കുറച്ച് തീരെ എന്തേലും കനം കുറച്ച് അത്രയും നല്ലതാണ്. പക്ഷെ നമുക്കത് എടുക്കാനും മറിച്ചിടാനും ഒക്കെ നമുക്ക് ഇച്ചിരി പാടായിരിക്കുമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് എണ്ണയൊന്നും ഒഴിക്കണം. നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് മുരിച്ച് നമുക്ക് എടുക്കാവേ. ഇതെങ്ങനെ നമ്മുടെ ഓട്സ് ദോശ അടുത്തൊരു സൈഡും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം ഇത് എടുക്കാവേ. ഇതുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഓട്സ് ദോശ കിട്ടിയിട്ടുണ്ടാകും. വേഗാഴിയൊന്നുമില്ല, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല പുറമൊക്കെ നല്ല ഇതുണ്ട്, നല്ല സോഫ്റ്റാണ്, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാവേ. ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാനായിട്ട് ഇത് പ്രത്യേകിച്ച് ചട്ടകമൊന്നും വേണ്ട. നമുക്കിത് ഇതിങ്ങനെ തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് നമുക്കിടാം. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാവേ. ഇതുകൊണ്ട് ഓരോന്ന് പിന്നെയും നമ്മൾ ചുട്ടി വരുമ്പോഴത്തേക്കാ നമ്മുടെ സാധാ ദോശ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ദോശയുടെ ആ ഒരു ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് ആദ്യത്തെ ഒരെണ്ണം മാത്രം നമുക്ക് ഇച്ചിരി ഷേപ്പ്ലെസ് ഒക്കെ ആവുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ പാത്രമൊക്കെ ചൂടായി നല്ല ഇതായിട്ട്. ഇത് നമുക്ക് മറിച്ചിടാനും പാടൊന്നും വരുന്നില്ല. ഇതുണ്ടോ വായിലിട്ട പഞ്ഞി പോലിരിക്കുന്ന ദോശയാണ് നമ്മുടെ. അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ഓട്സ് ദോശ റെഡിയായി. നമ്മൾ സാധാ പച്ചയ്ക്ക് ഓട്സ് കുതിർത്ത് വെച്ച് അരച്ചുണ്ടാക്കുന്നതിലും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഓട്സ് ഒന്ന് വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മളത് നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് കിട്ടും. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പശയായിട്ട് വരും. ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ പച്ചയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ശരിയായില്ലായിരുന്നു, നല്ല എഴുന്ന് വരാൻ പാട് ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഓട്സ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഓട്സ് കൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിട്ടിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചാണ്. ഞാൻ ഈ പുട്ടിനും ഇതൊക്കെ വറുത്ത് വെക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് നല്ല സൂപ്പർ നല്ല പഞ്ഞി പോലത്തെ ഉണ്ട്, നല്ല പഞ്ഞി പോലത്തെ ഇതുണ്ട് ദോശ. ഇതുണ്ടോ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.